നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ നടക്കാൻ പോവുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഇ.ഡി. ഓഫീസിൽ ഹാജരായിരിക്കുന്നു. അല്പസമയത്തിനകം അവരുടെ ചോദ്യം ചെയ്യൽ നടക്കും. ഭർത്താവ് PM മുഹമ്മദ് റിയാസിനൊപ്പമാണ് ടി വീണ ഇ.ഡി. ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. വീണ മാത്രമാണ് അകത്തേക്ക് കയറിപ്പോയിട്ടുള്ളത്. അവരുടെ ചോദ്യം ചെയ്യലാണ്. ആ ചോദ്യം ചെയ്യലിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഈ കേസിന്റെ ഭാവി. ഭരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അച്ഛന്റെ മകളായി ജനിച്ചവളാണ് വീണ. അവളാണിന്ന് കറുത്ത കോണകം കൊണ്ട് മൂക്കും വായും മറച്ച് ഇഡിയുടെ മുന്നിൽ വിരിമാറ് വിരിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് നിൽക്കുന്നത്. ആ നിൽപ്പ് ഒരു നിലപാടാണ്. സ്വന്തം കാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് അവൾ നടത്തുന്നത് സത്യസന്ധർക്ക് ജീവിക്കാൻ കൊള്ളുന്ന ദേശമല്ല കേരളം എന്ന് പറയുന്ന പ്രഖ്യാപനമാണ്. എന്താണ് വീണ ചെയ്ത തെറ്റ്? വിജയന്റെ മകളായി ജനിച്ചു എന്നതോ? എന്താണ് വിജയൻ ചെയ്ത തെറ്റ്? കോരന്റെ മകനായി ജനിച്ചു എന്നതോ? അതെ, കോരന്റെ മകനായതുകൊണ്ടാണ് വിജയനെ 3ാം വട്ടം ജയിപ്പിക്കാതെ ഒരു മേനോന്റെ മകനെ പിടിച്ച് കേരളം മുഖ്യമന്ത്രിയാക്കിയത്, അല്ലേ? സാവർണീവും സംഘപരിവാറും ഹരിത കേരളത്തെ പിടിയിടുന്നതിന്റെ വളരെ പ്രകടമായിട്ടുള്ള ലക്ഷണമല്ലേ അത്? അതായത് മൗദൂദികളുടെ സഹായത്തോടെ സവർണർ സംസ്ഥാന ഭരണം പിടിച്ചു. അങ്ങനെ ഹരിത കേരളത്തിലെ പോലീസിന്റെ നിയന്ത്രണം നായന്മാരുടെ കൈകളിലെത്തി. മതേതര കേരളത്തിന്റെ ഭരണചക്രം മേനോന്മാരുടെ കൈപ്പത്തിയിലായി. നായന്മാരുടെയും മേനോന്മാരുടെയും കടിഞ്ഞാൺ മൗദൂദികളുടെ കൈവശം ചെന്നു. സംഗതി അവിടെ കൊണ്ടും അവസാനിച്ചില്ല. നായന്മാരുടെയും മേനോന്മാരുടെയും മൗദൂദികളുടെയും മൂക്കുകയർ സംഖ്യകൾ കൈക്കലാക്കുകയും ചെയ്തു. അതാണ് ഭീകരത. ഉള്ളത് പറഞ്ഞാൽ ഈ സത്യങ്ങളാണ് കറുത്ത കൗബീനം മുഖത്തിട്ടുകൊണ്ട് വീണ എന്ന് പറയുന്ന പോരാളിപ്പെണ്ണ് നിശബ്ദം നമ്മുടെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്, നിശബ്ദം വിളിച്ചു പറയുന്നത്. അവളുടെ മൗനം അതൊരു വലിയൊരു ശബ്ദ കൊടുങ്കാറ്റ് തന്നെയാണ്. ശബ്ദസ്ഫോടനമാണ് ആ മൗനം. ഇടിക്കു മുന്നിൽ സധൈര്യം നെഞ്ചുവിരിച്ച് നിൽക്കുന്ന വീണ ഒരു പ്രതീകമാണ്. ഫാസിസത്തിനെതിരെയുള്ള ഒരു പ്രതീകം. വർഗീയതയെ വിറപ്പിച്ച പെൺകരുത്താണ് കരിശീല കൊണ്ട് വായ മൂടി നിൽക്കുന്ന നമ്മുടെ സ്വന്തം വീണ എന്ന് പറയുന്ന അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ പോങ്ങനുള്ളത്. സത്യമായിട്ടും നീതി ദേവത കരിശീല കൊണ്ട് കണ്ണുമൂടുമ്പോൾ ധർമ്മടത്തു തമ്പുരാന്റെ മകളായിട്ടുള്ള ധർമ്മദേവത കരിശീല കൊണ്ട് സ്വന്തം വായ മൂടുന്നു. കരിമണൽ കർത്ത നമ്മുടെ നാടിന് സമർപ്പിച്ചിട്ടുള്ള അമൂല്യമായ സമ്മാനമാണ് വീണ എന്ന് പറയുന്ന ധർമ്മദേവത എന്ന അഭിപ്രായമാണ് തീർച്ചയായിട്ടും പോങ്ങനുള്ളത്. സംഭവിക്കരുതേ. അധർമ്മത്തെ നിഗ്രഹിക്കാൻ അവതരിച്ച വിപ്ലവ സിംഹിണിയാണ് വീണ കേട്ടോ. വിപ്ലവ സിംഹിണി. അധർമ്മത്തെ, ഈ നാട്ടിൽ നടമാടുന്ന അധർമ്മത്തെ അവസാനിപ്പിക്കാനായി അവതരിച്ചിട്ടുള്ള ധർമ്മദേവത, വിപ്ലവ സിംഹിണി. അതാണ് വീണ. അങ്ങനെ ഒരു വിപ്ലവ സിംഹിണി, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആസ്ഥാന ധർമ്മദേവത സംഘപരിവാരങ്ങളുടെ വേട്ടപ്പട്ടികൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് കരയാൻ പോലും മുട്ടുന്നില്ല എങ്കിൽ അത് ധർമ്മടത്ത് തമ്പുരാനോട് ചെയ്യുന്ന അന്യായമല്ല, മറിച്ച് സാക്ഷാൽ ധർമ്മത്തോട് ചെയ്യുന്ന അനീതിയാണ്. പൊട്ടിക്കരയണമായിരുന്നു. എത്ര പേർ കരഞ്ഞു? കരിശീല കൊണ്ട് മുഖം മറച്ചുകൊണ്ട് ഇഡിയുടെ വാതക്കൽ ചോദ്യം കേൾക്കാനായി ഉത്തരപ്പെടാൻ മുട്ടി നിൽക്കുന്ന വായ കരിശീല കൊണ്ട് മറച്ചു നിൽക്കുന്ന വീണയെ കണ്ടിട്ട് ഇന്നലെ എത്ര പേർ കരഞ്ഞു, എത്ര പേർ കരഞ്ഞു. ഇങ്ങനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് വീണ ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. എന്ത് തെറ്റ് ചെയ്തു? പെറ്റമ്മയുടെ പെൻഷൻ പണം കൊണ്ട് കുടിൽ വ്യവസായ ശൈലിയിൽ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു, അല്ലേ? അതുമാത്രമാണ് വീണ ചെയ്ത തെറ്റ്. അത് തെറ്റാണ് എങ്കിൽ അതുമാത്രമാണ് വീണ ചെയ്ത തെറ്റ്. കായികമായും മാനസികമായും മതപരമായും സാംസ്കാരികമായും സൈദ്ധാന്തികമായും അതീവ കരുത്തനായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസനന്റെ ബീവി പദം അലങ്കരിച്ചുകൊണ്ട് മണിയറ വേലകളുമായി കഴിഞ്ഞുകൂടിയിരുന്നുവെങ്കിൽ ആ ധർമ്മദേവതയ്ക്ക് ഇത്തരം ഒരു ഗതി വരുമായിരുന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പോങ്ങൻ അങ്ങനെ വിചാരിക്കുന്നില്ല. വീണ്ടും ആംബുലൻസ് ഒന്നും സംഭവിക്കരുതേ. അതാ പറഞ്ഞത്, സത്യസന്ധതയോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നാരീപക്ഷ കേരളത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതാണ് വീണ പറഞ്ഞു വെക്കുന്നത്. എന്തിനാണിപ്പോൾ വീണയെ ഇ.ഡി. പിടിച്ചതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം.
കരിമണൽ കർത്തയുടെ സ്ഥാപനത്തിൽ നിന്നും വീണയുടെ കുടിൽ വ്യവസായത്തിലേക്ക് ഏതാനും കോടി രൂപ വന്നു ചേർന്നു. അതാണ് ഇ ഡിയുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ അതിലെവിടെയാണ് അസ്വാഭാവികതയുള്ളത്? കർത്തയുടെ സ്ഥാപനം വീണയുടെ കുടിൽ വ്യവസായത്തിന്റെ സേവനം പറ്റി എന്നുള്ളത് സത്യമല്ലേ? പറ്റിയ സേവനത്തിന് വേതനം നൽകാതെ പറ്റിക്കാൻ കർത്തയുടെ തന്ത ഹാഷിഷബു ഒന്നുമല്ലല്ലോ. ആണോ ഹാഷിഷബു ആണോ കർത്തയുടെ തന്ത? എനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് പരിധിയാൽ കിട്ടും. എന്റെ അവകാശമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എന്തായാലും വീണ വികസിപ്പിച്ചെടുത്തതും അപാര പ്രഹരശേഷി ഉള്ളതുമായിട്ടുള്ള ഏതാണ്ട് അതിനൊരു കണക്ക് വേണം. ഏതാണ്ടല്ല, കൃത്യം 4ഓളം അത്യുഗ്രൻ സോഫ്റ്റ്വെയറുകളാണ് കർത്തയുടെ സ്ഥാപനത്തെ രാപകൽ സേവിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ സൂപ്പർവിഷൻ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ കീഴിലാണ് ഇതിന്റെ സൂപ്പർവിഷൻ. ചില്ലറ കളിയല്ല. ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ? ഈടിക്കൂട്ടിലിട്ട് ഏക്കും പൂക്കും ഇല്ലാത്ത സംഖ്യകൾ തീറ്റ കൊടുത്തു വളർത്തുന്ന വേട്ട പട്ടാളത്തിന് എന്താണ് സോഫ്റ്റ്വെയർ എന്നോ അത് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നോ വല്ലതും അറിയാമോ? എന്തെങ്കിലും ഒരു ജ്ഞാനം അക്കാര്യത്തിൽ അവർക്കുണ്ടോ? താവഴി കാറൽ മാർക്സിന്റെ കുടുംബത്തിൽപ്പെട്ട സഖാവ് KS അരുൺകുമാർ, അദ്ദേഹം ആ കുടുംബത്തിൽ നിന്നുള്ളതാണ്. കാറൽ മാർക്സിന്റെ കുടുംബത്തിന്റെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളാണ് സഖാവ് KS അരുൺകുമാർ. ആ അരുൺകുമാർ ഒറ്റ ശ്വാസത്തിൽ ആ സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ പറയും. സംശയമുണ്ടോ? ഒറ്റ ശ്വാസത്തിൽ പറയും സഖാവ് അരുൺകുമാർ. ഇതുപോലെ പറയാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ സഖാവേ ഇന്നുള്ളൂ. അത് തീർച്ചയായിട്ടും ഈ KS അരുൺകുമാർ മാത്രമാണ്. അദ്ദേഹം പറയുന്ന ഒന്ന് കേൾക്കുക. ആ സോഫ്റ്റ്വെയറുകളുടെ പേര് പറയാൻ പോലും പേടിക്കും. അമ്മാതിരി കരുത്തുറ്റ സോഫ്റ്റ്വെയറുകൾ. അരുണേ ഒന്ന് പറഞ്ഞു അരുണേ. പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. ഇതിന്റെ സംശയം ഉണ്ടോ? അതാണ് പവർ ബിൽഡർ, MS ഓഫീസ്, ഔട്ട്ലുക്ക്, ടാലി. ഈ നാല് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കരിമണൽ കർത്ത ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരിമണൽ അത് മറന്നു പോകരുത്. പവർ ബിൽഡർ കൊണ്ട് ആഴത്തിൽ കുഴിക്കും, ഈ ടാലി കൊണ്ട് മണൽ കോരി കരക്കിടും, ഔട്ട്ലുക്ക് കൊണ്ട് നിശിതമായി നിരീക്ഷിച്ച് നാടൻ മണ്ണും അതുപോലെ തന്നെ കരിമണലും തമ്മിൽ അങ്ങോട്ടേക്ക് വേർതിരിച്ചു മാറ്റും. MS ഓഫീസ് ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും. ഈ 4 സോഫ്റ്റ്വെയറുകളും കൂടി ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാൻ തന്നെ വേണം ഏതാണ്ട് മാസം ഒരു 2 കോടിയിൽ പരം രൂപ. 2 കോടിക്ക് നിൽക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ വളരെ തുച്ഛമായ ലാഭത്തിനാണ് വീണ തൻ്റെ 4 സോഫ്റ്റ്വെയറുകളെയും കൂടി കർത്തായെ സേവിക്കാനായി പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് പ്രത്യേകം ഓർക്കണം. പക്ഷേ ഇതൊക്കെ ആരോട് പറയാനാണ്? സോഫ്റ്റ്വെയർ എന്താണെന്നോ അവറ്റകളുടെ പ്രവർത്തന ചിലവ് എത്രയാണെന്നോ വല്ലതും ചാണകത്തലയന്മാരായിട്ടുള്ള ഈടിക്കാരന്മാർക്ക് അറിയാമോ? എവിടെ പൂശകച്ച നല്ല ചേലായി തലയ്ക്ക് വെളിവുള്ള ഒരുത്തനെങ്കിലും സംഖ്യകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കരിമണൽ കർത്ത പറയുന്നത് കേട്ടിട്ടെങ്കിലും ആ ഒരാളെങ്കിലും ഒരു സംഖ്യയെങ്കിലും ആ നിജസ്ഥിതി അങ്ങോട്ടേക്ക് തിരിച്ചറിഞ്ഞേനെ. ഏതാണ്ട് 10-12 കൊല്ലങ്ങൾക്ക് മുൻപ് കൈരളി ചാനലിലൂടെ നമ്മുടെ ഈ കർത്ത പറഞ്ഞിട്ടുള്ള ഒരു സത്യമുണ്ട്. ഈ കൈക്കൂലി കൊടുക്കുന്ന സ്വഭാവം ശശിധരൻ കർത്തയ്ക്ക് തീരെ ഇല്ല. ഇഷ്ടമല്ല, കൈക്കൂലി കൊടുക്കില്ല. ഞാൻ കൈക്കൂലി കൊടുക്കില്ല. എന്നാൽ സഹായം എന്ന് പറയുന്ന നിലയിൽ അദ്ദേഹം പണം പലർക്കും നൽകാറുണ്ട്. സഹായിക്കും. ഞാൻ പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംഭാവന ചോദിച്ചാൽ സഹായിക്കും. കൈക്കൂലി ഞാൻ കൊടുക്കില്ല. രാഷ്ട്രീയക്കാരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിന്റെ സഹായം പറ്റുന്നവരാണ്. ഈ പരിസ്ഥിതി പ്രവർത്തകർ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ സഹായം പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിസ്ഥിതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം, അവരെ സംബന്ധിച്ച് ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പരിതസ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടുന്ന ഒരു ഉപാധി മാത്രമാണ് മിക്കവർക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ കർത്ത സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് സഹായ മനസ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ പെറ്റമ്മയുടെ പെൻഷൻ പണം കൊണ്ട് ഒരു മകൾ സ്വന്തമായി കുടിൽ വ്യവസായം തുടങ്ങിയെന്ന് കേട്ടാൽ ആ മകളെ സഹായിക്കാനായി മുന്നോട്ട് വരിക വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതി മാത്രമല്ലേ? അതിലെന്താണ് ഇത്രമാത്രം സംശയിക്കാനുള്ളത്? വെറുതെ കുറച്ച് കാശ് അങ്ങോട്ടേക്ക് എടുത്തു കൊടുത്ത് സഹായിച്ചാൽ അത് ഭിക്ഷയ്ക്ക് സമമാവും എന്ന് പറയുന്ന വകതിരിവുള്ളത് കൊണ്ട് നല്ല തടിമിടുക്കുള്ള ഒരു 3-4 സോഫ്റ്റ്വെയറുകൾ തന്നെ വന്നങ്ങോട്ടേക്ക് സേവിച്ചോട്ടെ എന്ന് കർത്ത വിചാരിച്ചിട്ടുണ്ടാവും. സേവനത്തിനുള്ള വേതനം എന്ന നിലയിൽ വീണയെ കർത്ത സഹായിക്കുക മാത്രമായിരുന്നിരിക്കില്ലേ ചെയ്തിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കാതെ പോകുന്നത്? ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ എന്ന് പറയുന്ന കാര്യം കർത്ത അറിയുന്നത് പോലും ഒരുപക്ഷെ ഈ കേസ് വന്ന ശേഷം ആവില്ലേ? അതിനുള്ള സാധ്യതയില്ലേ? ഈ പൊങ്ങനെ പോലെ പൊങ്ങച്ചം പറയുന്ന ശീലമില്ലാത്തത് കൊണ്ട് താൻ മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് പറയുന്ന കാര്യം വീണയും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. പിതാവിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വീണയെ അവിശ്വസിക്കുന്നവർ കരിമണൽ കർത്തയുടെ വാക്കുകൾക്കെങ്കിലും വില കൊടുക്കേണ്ടതല്ലേ? അന്ന് കരിമണൽ കർത്ത പറഞ്ഞിട്ടുള്ള മറ്റേ കൈരളിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ കണ്ടാൽ രാവണനെ പോലെയൊക്കെ തോന്നുമെങ്കിലും
ധർമ്മബുദ്ധിയിൽ കർത്ത തീർത്തും രാമനാണ്. എൻ്റെ അവകാശമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. അതിൻ്റെ പ്രോഫിറ്റ് കണ്ടാൽ രാവണനെ പോലെയാണ് കാഴ്ച പറയുന്നത്. പക്ഷേ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു രാമനാണ്. ഈ കർമ്മം കൊണ്ടും ക്രിയ കൊണ്ടും സത്യധർമ്മങ്ങളുടെ കർത്താവാകുന്നവനാണ് സാക്ഷാൽ ശശിധരൻ കർത്ത. അങ്ങനെ ഒരു അഭിപ്രായമാണ് പോങ്ങനുള്ളത്. കരിമണൽ വ്യവസായി ആയിരുന്നില്ല എങ്കിൽ ഇന്ന് വല്ല ദൈവവുമായി ജീവിക്കേണ്ടവനായിരുന്നു കേട്ടോ ഈ കർത്ത. അത്ര നന്മയുള്ളവനാണ്. നേരെ വാ നേരെ പോ. ആ കർത്തയാണ് പറയുന്നത് കൈക്കൂലി കൊടുക്കാറില്ല, താൻ ആളുകളെ സഹായിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ എന്ന്. അത് അവിശ്വസിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന സഹായം എങ്ങനെയാണ് അഴിമതിയും കൈക്കൂലിയും കുറ്റവും കുറവുമൊക്കെ ആവുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. സാമൂഹ്യ ജീവികൾ എന്ന നിലയിൽ മനുഷ്യർ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമൊക്കെ വേണ്ടേ ജീവിക്കാൻ? അതല്ലേ അതിൻ്റെ ഒരു ശരി? ഇവിടെ സത്യത്തിൽ വീണ സഹായം പോലുമല്ലല്ലോ പറ്റിയിരിക്കുന്നത്. പോങ്ങൻ ചിലപ്പോൾ വല്ലപ്പോഴും ദാരിദ്ര്യം മൂക്കുന്ന സമയത്ത് QR കോഡ് എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്, പിരിക്കും. അത് വേണമെങ്കിൽ പിച്ചക്കാര എന്ന് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രകടനമാണ് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നത്. പക്ഷെ വീണ അങ്ങനെ പോലുമല്ല ചെയ്തിരിക്കുന്നത്. സ്വന്തം സഹായവാസനയുടെ പേരിലാണ് പെറ്റമ്മയുടെ പെൻഷൻ പണം കൊണ്ട് കുടിൽ വ്യവസായം തുടങ്ങിയ വീണയെ ഈ കരിമണൽ കർത്ത സഹായിച്ചതെങ്കിൽ പോലും താൻ വികസിപ്പിച്ചെടുത്ത 4 യമണ്ടൻ സോഫ്റ്റ്വെയറുകളെ സേവിക്കാൻ വിട്ടിട്ട് അതിൻ്റെ വേതനമാണ് വീണ കർത്താവിൽ നിന്ന് പറ്റിയിട്ടുള്ളത്. അല്ലേ? ശരിയല്ലേ? ചുരുക്കി പറഞ്ഞാൽ വീണ തെറ്റുകാരിയോ കുറ്റക്കാരിയോ ഒന്നുമല്ല. വളരെ അഭിമാനബോധമുള്ള ഒരു കുടിൽ വ്യവസായ സംരംഭക മാത്രമാണ്. അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന പണിയാണ് എന്നുള്ളത് പോങ്ങന് തോന്നുന്നില്ല. എന്തെല്ലാം നഷ്ടങ്ങളാണ് ഇതിനോടകം അവർക്ക് സംഭവിച്ചതെന്ന് നമ്മൾ ഓർക്കണ്ടേ? എന്തെല്ലാം നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു. ഇതുവരെ അവൾ സകലർക്കും വീണ വിജയനായിരുന്നു. അല്ലേ? വീണ വിജയൻ. ഇപ്പോൾ മാധ്യമങ്ങൾ പോലും അവളെ വീണ ടി എന്ന് മാത്രമേ വിശേഷിപ്പിക്കുന്നുള്ളൂ. വീണ ടി, വിജയനില്ല. തന്തവാല് പോലും നഷ്ടപ്പെട്ട് തെണ്ടി നിൽക്കുന്നവൾ എന്ന് പറയുന്ന പരിഹാസമല്ലേ ഈ വീണ ടി എന്ന പ്രയോഗത്തിലൂടെ മാധ്യമങ്ങൾ ധ്വനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലേ? വീണയ്ക്ക് നീതി ലഭിക്കണം. വീണയ്ക്ക് നീതി ലഭിക്കണം. അവൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ധർമ്മദേവതയാണ്. ധർമ്മദേവത അനീതിക്കിരപ്പെടുന്നത് നമുക്ക് അപമാനമാണ്. വീണയ്ക്ക് നീതി ലഭിക്കണം. കണ്ടമാനം കരയാൻ മുട്ടുന്നത് കൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. കണ്ടമാനം കരയാൻ മുട്ടുന്നത് കൊണ്ട് ഞാൻ വെറുതെ പറയുകയല്ല. എനിക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ ഉള്ളി വീണതുപോലെ ഒരു നീറ്റലുണ്ട്. ഞാൻ ഇനി വല്ലതും പറഞ്ഞു പോയാൽ കരഞ്ഞു പോകും. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കൊരിക്കലും ഈ വീണയെപ്പോലെ ഇത്രയും കരുത്തുറ്റ നെഞ്ചൂക്കുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഈ പോകൻ കരഞ്ഞാൽ അത് വീണയ്ക്കെന്നാണ് കേട്. അതുകൊണ്ട് ഞാൻ കരയുന്നില്ല, പിടിച്ചു നിൽക്കുകയാണ്, സംസാരം മതിയാക്കുകയാണ്. വീണയുടെ പേരിന് വിജയനെ തിരിച്ചു ലഭിക്കട്ടെ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വീണ മുഹമ്മദ് റിയാസ് വിജയൻ എന്ന നിലയിൽ നെഞ്ചുവിരിച്ച് അവൾ ഹരിത കേരളത്തെ നേരിടട്ടെ, ED കൈകാര്യം ചെയ്യട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. വീണയ്ക്ക് നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് തെറ്റാ ചെയ്തേ? വിജയന്റെ മകളായി ജനിച്ചു. വിജയനോ സേവിക്കാൻ മാത്രമായി, ജനസേവ മാത്രം ഉന്നമിട്ട് ജനിച്ചു. സേവിക്കണേ ഭരിക്കണം, അതുകൊണ്ട് മാത്രമാണ് ഭരിക്കാൻ വന്നത്. ഭരിച്ചു സേവിച്ചു. അതിദാരിദ്ര്യത്തെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കി. ഇപ്പൊ ദരിദ്രര് മാത്രമേ ഉള്ളൂ. അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കി. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മകളാണ് ഇന്ന് ഈഴിയുടെ മുന്നിൽ പോയി വായ മൂടി നിൽക്കുന്നത്. ഇതെന്തൊരു നാടാണ്? നിങ്ങൾ ഇന്നലെ കരഞ്ഞോ? ഇന്നലെ മാധ്യമങ്ങളിലൂടെ അവരെങ്ങനെ അങ്ങ് പോകുന്നത് കണ്ടിട്ട് നിങ്ങളൊന്ന് കരഞ്ഞോ? മൂക്കും വായും മറച്ച് മുഖത്ത് കരിശീലയിട്ടുകൊണ്ട് ആ പെൺകുട്ടി, ആ യുവതി, ആ മധ്യവയസ്ക, അതാണ് ശരി, ആ മധ്യവയസ്ക EDയുടെ അങ്ങോട്ടേക്ക് പോകുമ്പോ ആ കാഴ്ച കണ്ടിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് കരഞ്ഞോ? ഉത്തരപ്പെടാൻ മുട്ടി നിൽക്കുന്ന വായ മറച്ചുകൊണ്ട്, കരിശീലയിൽ മറച്ചുകൊണ്ട് ആ EDയുടെ മുറിയുടെ വാതിക്കൽ വിളിക്കപ്പെടുന്നതും കാത്ത ആ പെൺകുട്ടി, ആ മുഖ്യമന്ത്രിയായിരുന്ന ആ വിജയന്റെ മകൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ട്
പെറ്റമ്മയുടെ പെൻഷമ്പളം കൊണ്ടൊരു കുടിൽ വ്യവസായം തുടങ്ങി. നല്ല തടിമിടുക്കുള്ള 4 സോഫ്റ്റ്വെയറുകളെ ഉൽപ്പാദിപ്പിച്ചു. അവരെ സേവിക്കാൻ വിട്ട് കുറച്ച് കോടികൾ സമ്പാദിച്ചു. അതിനാണ് ഈ പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഞാൻ കരയാൻ പാടില്ല. വീണയ്ക്ക് വേണ്ടി പോകാൻ കരഞ്ഞാൽ അത് വീണയ്ക്ക് നാണക്കേടാ. കരയാൻ പാടില്ല. സംഘികളുടെ ഒരു കളി ഇവിടെ നടക്കില്ല. അവൾ വിപ്ലവ സിംഹിണിയാണ്. വീണ വിപ്ലവ സിംഹിണിയാണ്. അവൾ മടങ്ങി വരും, കരുത്തോടെ വരും. വീണ മുഹമ്മദ് റിയാസ് വിജയൻ കരുത്തോടെ മടങ്ങി വരും. എനിക്ക് ഉറപ്പാണ്. എന്നാലും അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കി ദരിദ്രരെ മാത്രം അവശേഷിപ്പിച്ച ഒരു അച്ഛൻ്റെ മകളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ മനുഷ്യന് പറ്റിയിട്ടുള്ള ഒരു പിശകുണ്ട്, ഒരു ചെറിയ പിശക്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മറ്റേ പുള്ളിയെ അദ്ദേഹം വേണ്ടത്ര ഉപയോഗിച്ചില്ല. സ്വന്തമായിട്ട് കമ്മട്ടം ഉണ്ടായിരുന്നവനാണ്. അടിച്ചടിച്ചു കൊടുത്തേന്. എവിടെ നിന്നാണ് ലോകത്ത് എവിടെ നിന്നാണ് വായ്പ എടുക്കാക്കെ? ഈ വായ്പ അങ്ങനെ ആരുടെ പോയി എടുക്കണ്ടെന്ന് റിസർവ് ബാങ്ക് ആണ് ഈ നോട്ട് അച്ചടിക്കുന്നത്. അതുകൊണ്ട് റിസർവ് ബാങ്കോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് 1,00,000 കോടി രൂപ അഡീഷണൽ വേണം എന്ന് പറഞ്ഞാൽ അവർ നോട്ട് അച്ചടിക്കും. 1,00,000 കോടി രൂപ വരും. ഒരു കർത്തയെ സേവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് ആ തൊഴുത്തിലോ മറ്റോ ഇട്ട്, അല്ലെ ആ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇട്ടിട്ട് കമ്മട്ടോ ഇട്ട് അങ്ങേരെ അടിച്ചു തന്നതിന് ആവശ്യമുള്ള കാശ് അങ്ങനെ വേണ്ടത്ര ഉപയോഗിച്ചില്ല. അതാണ് കമ്മട്ടമുള്ളവനെ കൈവിട്ട വിജയന് പറ്റിയ ഒരു അബദ്ധമാണിത്. കമ്മട്ടമുള്ളവനെ കൈവിട്ട വിജയൻ. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പോകാൻ കരയുന്നില്ല. സാധിക്കുമെങ്കിൽ walking over across borders in different waters than I've been before. സാധിക്കുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സാധിക്കുമെങ്കിൽ സഹനശേഷിയുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇല്ലാത്തവർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നിർത്തട്ടെ. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സന്തോഷം, സ്നേഹം, ടാറ്റ. This is new, I feel like moving forward, 'cause this is what I keep on living for. I know it's not good for me.